ലഹരി അശ്ലീല വീഡിയോ വിവാദങ്ങൾക്ക് പിന്നാലെ ആലപ്പുഴ സിപിഎമ്മിൽ ആഭിചാര വിവാദവും ജില്ലാ പഞ്ചായത്ത് അംഗവും സിപിഎം കായംകുളം ഏരിയ സെന്റർ അംഗവുമായ യുവനേതാവിനെതിരെയാണ് ആഭിചാര ആരോപണം. മറ്റൊരു യുവതിയുമായി ബന്ധം പുലർത്തുന്ന ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്ന ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവായ യുവതിയുടെ പിതാവ് പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു. 1.5 വർഷമായി യുവനേതാവ് മകളെ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് കാട്ടിയാണ് പിതാവും സിപിഎം എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പരാതിക്കാരൻ പാർട്ടിയെ സമീപിച്ചത്. കറ്റാനത്തുള്ള യുവതിയുമായി ബന്ധം തുടരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അംഗം ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മറച്ചുവെച്ച് അനാശാസ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും പരാതിയിലുണ്ട്. പലതവണ മർദ്ദനമടക്കമേറ്റ യുവതി സിപിഎം നേതാക്കളായ സജി ചെറിയാൻ, കടകംപള്ളി സുരേന്ദ്രൻ, ആർ നാസർ എന്നിവരെ പരാതിയുമായി സമീപിച്ചിരുന്നു. നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് കറ്റാനത്തെ യുവതിക്കൊപ്പം ഭാര്യയെ ഒഴിവാക്കാൻ ആഭിചാര കർമ്മങ്ങൾക്ക് പോയത്. കറ്റാനത്തെ സൂപ്പർമാർക്കറ്റ് ഉടമയായ യുവതി പലതവണ മകളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 25-ന് ഭർത്താവ് തേപ്പുപെട്ടി ഉപയോഗിച്ച് ഭാര്യയെ വീണ്ടും ആക്രമിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് നിന്നുള്ള മുൻ ഡിവൈഎഫ്ഐ ഭാരവാഹി ഇടപെട്ട് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി. വിഷയം പാർട്ടി തലത്തിൽ പരിഹരിക്കണമെന്നും പോലീസിന് മൊഴി നൽകരുതെന്നും സിപിഎം കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയോടെ സിപിഎം കായംകുളം ഏരിയ സെന്റർ അംഗങ്ങൾ പരാതിക്കാരിയെയും അച്ഛനെയും പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പരാതി കൈപ്പടയിൽ എഴുതി വാങ്ങിയിരുന്നു. മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇവർ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഹരിപ്പാട് SFI ഭാരവാഹിയായ പെൺകുട്ടിയെ ഡിവൈഎഫ്ഐ നേതാവ് തെരുവിലിട്ട് മർദ്ദിച്ചതിന് പിന്നാലെയാണ് ആലപ്പുഴ സിപിഎമ്മിൽ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.